നമസ്കാരം. ഇന്ന് തൊടുകുറിയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം സംഖ്യകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ സംഖ്യകൾ ശ്രീരാമചക്രത്തിൽ നിന്നുള്ളതാണ്. എന്താണ് ശ്രീരാമചക്രം? പണ്ടുകാലത്ത് ഭാവി പ്രവചനത്തിന് വേണ്ടി ആളുകൾ പിന്തുടർന്നു പോന്നിരുന്ന ഒരു ലളിതമായ രീതിയാണ് ശ്രീരാമചക്രം എന്ന് പറയുന്നത്. ഇത് പണ്ടുകാലത്ത് ആളുകൾക്ക് സന്തോഷം, ദുഃഖം, വിജയം, പരാജയം എന്നിങ്ങനെ ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ്. ഇത്തരത്തിൽ ശ്രീരാമചക്രത്തിൽ ഇത് ലളിതമായിട്ടുള്ള അക്കക്കുറിപ്പുകളാലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീരാമൻ്റെ നാമശക്തിയെയും ഭക്തിയെയും ആശ്രയിച്ചാണ് ഇതിലെ കണക്കുകൾ ക്രമീകരിച്ചിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ശ്രീരാമ ഭഗവാനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇതിലെ ഏതെങ്കിലും ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നടക്കുമോ എന്നറിയുവാൻ വേണ്ടിയായിരിക്കണം നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഫലം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതിലെ ഏതെങ്കിലും ഒരു സംഖ്യ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. 1 മുതലുള്ള സംഖ്യകളുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1 എന്ന സംഖ്യ തിരഞ്ഞെടുത്തപ്പോൾ ലഭിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതി വച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇപ്പോൾ നിർവഹിക്കേണ്ടതായി വരുന്നില്ല, ആ പ്രവർത്തനത്തിന് തടസ്സമാണ് കാണുന്നത് എന്നാണ് 1 എന്ന സംഖ്യ കൊണ്ടുള്ള ഫലം പറയുന്നത്. 2 എന്ന സംഖ്യയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ സാഡ്നസ്, ദുഃഖമാണ്, അതിന് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്, അത് നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. 3ാമതായി നമ്പർ തിരഞ്ഞെടുത്ത് 3 എന്ന സംഖ്യയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ കാര്യം സാധിക്കും, സക്സസ് ഓഫ് ടാസ്ക്. ആ ടാസ്ക് എന്താണോ നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചത് അത് ആഗ്രഹ പൂർത്തീകരിക്കാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. 4 എന്ന സംഖ്യയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ സർവ്വലാഭമാണ് കാണിക്കുന്നത്, കഠിന പരിശ്രമം നേട്ടം നൽകുന്നുവെന്നും ദൈവസഹായം അവിടെ എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്നുമാണ് 4 എന്ന സംഖ്യ തിരഞ്ഞെടുത്തതിലൂടെ ഉണ്ടാകുന്ന ഫലം. 5 എന്ന സംഖ്യ തിരഞ്ഞെടുക്കുമ്പോൾ ലക്കിയാണ് കാണുന്നത്. ശരിയായ രീതിയിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെന്നും പ്രവർത്തനം തുടങ്ങി വയ്ക്കാവുന്നതാണെന്നും നല്ല രീതിയിൽ തന്നെ എല്ലാം കലാശിക്കുമെന്നുമാണ് 5 എന്ന സംഖ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 6 എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ വിജയം, ദൈവത്തിൻ്റെ സഹായത്താൽ വിജയിക്കും എന്നതാണ് 6 എന്ന സംഖ്യ തിരഞ്ഞെടുത്തതിലൂടെ ഉണ്ടാകുന്ന ഫലം. 7 എന്ന സംഖ്യയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഏത് കാര്യത്തെയും തുടങ്ങരുത്, ആ കാര്യം ഒരു ചിന്തിച്ചിട്ട് മാത്രം വേണം ആ കാര്യം തുടങ്ങാൻ, അത് തുടങ്ങിയാൽ മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാകും എന്നാണ് 7 എന്ന സംഖ്യയിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. 8 എന്ന സംഖ്യയിൽ നിന്നും മനസ്സിലാക്കുന്ന ഫലം എന്ന് പറയുന്നത് തീർച്ചയായും നല്ല ഫലം തന്നെയാണ്. വൈകാതെ പ്രവർത്തനം തുടങ്ങുകയും അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. എന്താണോ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം അത് ശുഭകരമായി തന്നെ കലാശിക്കും എന്നാണ് 8 എന്ന സംഖ്യ തിരഞ്ഞെടുത്തതിലൂടെ ലഭിക്കുന്നത്. 9 എന്ന സംഖ്യ തിരഞ്ഞെടുത്തതിലൂടെ ഫലം ഉറപ്പാണ്, എന്തൊരു കാര്യം ചെയ്യുവാൻ സാധിച്ച ഡെഫിനറ്റ്ലി ഗുഡ് ഔട്ട്കം കിട്ടും എന്നാണ് ഈ 9 എന്ന സംഖ്യ തിരഞ്ഞെടുത്തതിലൂടെ ഉണ്ടാകുന്ന ഫലം. 10 എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ സമ്പത്ത് ലഭിക്കും, സമ്പത്തിലോ സാമ്പത്തികം, പരിശുദ്ധമായ നേട്ടം എന്നിവയൊക്കെ ഉണ്ടാകുമെന്നതാണ് 10 എന്ന സംഖ്യ തിരഞ്ഞെടുത്തതിലൂടെ ലഭിക്കുന്നത്. 11 എന്ന സംഖ്യ തിരഞ്ഞെടുത്തപ്പോൾ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായം കിട്ടും, പ്രവൃത്തി ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല, അതിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്.
അടുത്തതായി 12 എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഭയമാണ് കാണുന്നത്. ടെൻഷനും ഭയവുമൊക്കെ ഉണ്ടാകുമെന്നാണ്. വിജയം സാധ്യമല്ല എന്നും പ്രവർത്തനം എന്തെങ്കിലും തരത്തിലുള്ള കാര്യം തുടങ്ങണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതൊരിക്കലും വേണ്ട എന്നുമാണ് കാണുന്നത്. 13 തിരഞ്ഞെടുത്തതെങ്കിൽ തർക്കം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് വിവിധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് എന്നുമാണ് ഫലം പറയുന്നത്. 14 എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ വികസനം അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ആണ് കാണിക്കുന്നത്. വളർച്ചയ്ക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് മുന്നേറുക തന്നെ വേണമെന്നാണ് ഫലം പറയുന്നത്. 15 എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നഷ്ടം അല്ലെങ്കിൽ ലോസ് ആണ്. സാമ്പത്തിക നഷ്ടമോ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് 15 എന്ന സംഖ്യ തിരഞ്ഞെടുത്തതിലൂടെ ലഭിക്കുന്നത്. 16 എന്ന സംഖ്യ തിരഞ്ഞെടുത്തതിലൂടെ ലഭിക്കുന്ന ഫലമെന്ന് പറയുന്നത് നല്ല ഫലം തന്നെയാണ്. കാരണം ഡെഫിനറ്റ്ലി ഗുഡ് റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ലോട്ടറിയോ റേസുകൾ പോലെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ആണെങ്കിൽ വിജയം കൈവരിക്കും. ലോട്ടറിയൊക്കെ എടുത്താൽ അതടിക്കുവാൻ സാധ്യത ഉണ്ട് എന്നാണ് 16 എന്ന സംഖ്യ തിരഞ്ഞെടുത്തതിലൂടെ ലഭിക്കുന്ന ഫലം. അപ്പോൾ എല്ലാവരും ഓരോ തരത്തിലുള്ള സംഖ്യകൾ തിരഞ്ഞെടുത്തതിനും അതിലെ കൃത്യമായിട്ടുള്ള ഒരു ഭാവി ഫലസൂചന ലഭിച്ചു എന്നും കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ശ്രീരാമചക്രത്തിലെ ഈ ഓരോ നല്ല നമ്പറുകളുമായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് കരുതുന്നു. ഇതിലെ നല്ല ഫലങ്ങൾ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് തന്നെ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.